Please subscribe this channel and press on the bell icon for the latest updates. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: പനീർ 100 ഗ്രാം, സൺഫ്ലവർ ഓയിൽ 3 ടേബിൾ സ്പൂൺ, 2 ടീസ്പൂൺ നെയ്യ്, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് പാകത്തിന്, സവാള അരിഞ്ഞത് 1 കപ്പ്, ഒരു വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തി, മല്ലിയില അരിഞ്ഞത് 2 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, 1 കപ്പ് വെള്ളം. ഇനി പനീർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 100 ഗ്രാം പനീർ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് അടച്ചു വയ്ക്കാം. പനീർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വെള്ളം ഒക്കെ പോവും. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി പനീർ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് ഒന്ന് മസാല പിടിക്കാൻ വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പനീറെല്ലാം എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് സിമ്മിലിട്ടിട്ട് ചെയ്താൽ മതി. തീ കൂട്ടി വെച്ചാൽ പനീർ മുരിഞ്ഞു വരും. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതി, കൂടുതൽ കുക്ക് ചെയ്യണ്ട. ഇപ്പം മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റാം പാത്രത്തിലോട്ട്. പനീറെല്ലാം മാറ്റിയിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ആഡ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. ഇനി എണ്ണ ചൂടാകുമ്പോൾ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. സവാള നല്ല നൈസായിട്ട് അരിഞ്ഞ സവാള ആവണം. ഞാനിവിടെ അത് ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. ഗ്രേറ്റ് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും. ഇനി സവാള ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റണം. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. സവാള നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കാം. ഇപ്പോൾ പൊടിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ്. പനീറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഗ്രേവി തിളച്ച് കഴിയുമ്പോൾ പനീർ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിൽ കിടന്നിട്ട് പനീർ കുറച്ച് വേകണം. അപ്പോൾ ആ മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിക്കും. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കസ്തൂരി മെത്തിയാണ്. 1/2 ടീസ്പൂൺ കസ്തൂരി മെത്തി കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഞെരടിയതിന് ശേഷം ഇട്ട് കൊടുക്കുക.
കസ്തൂരി മേത്തി ഇഷ്ടമില്ല വേണ്ടെങ്കിൽ ചേർക്കണ്ട, അത് ഓപ്ഷണലാണ്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി 5-10 മിനിറ്റ് ഇതൊന്ന് വേവിക്കണം. അപ്പോൾ ഈ മസാല എല്ലാം പനീറിൽ നല്ലപോലെ പിടിച്ചു വരും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും ദോശയുടെയും റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പനീറിൽ പ്രോട്ടീനും ഫോളേറ്റും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ പനീർ കഴിക്കുന്നത് പല്ലിനും എല്ലിനും ഹാർട്ടിനൊക്കെ നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.